ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് 3 ടൈപ്സ് ഓഫ് ക്ലോത്ത് റീയൂസ് ഐഡിയാസ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ വാട്ടർ അബ്സോർബൻറ്റ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള ക്ലോത്തും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലോത്ത്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിലൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ അതുപോലെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പത്തിലുള്ള ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫോം ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ നീട്ടിനനുസരിച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ ഫുൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. ആ ഒരു ക്ലോത്ത് സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ളൊരു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണത്. ഇനി നമുക്ക് നമ്മുടെ ഫോം ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മളത് ക്ലോത്തിലേക്ക് വെച്ചിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോം ഷീറ്റ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സൈഡിലും 1/2 ഇഞ്ച് വിഡ്ത്ത് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ അതുപോലെ തന്നെ 3 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 3 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സൈഡ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫോം ഷീറ്റ് ഇതിലേക്ക് ഇൻസേർട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ആ ഒരു പാർട്ട് അത് ടൈറ്റായിട്ട് ക്ലോസ് ആവുന്ന രീതിയിലൊന്ന് പിടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് 2 സൈഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ സ്വിങ് മെഷീനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം 2 സൈഡ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ലീവ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ശരിയായ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ആ ഒരു സ്വിങ് മെഷീൻ്റെ ഫൂട്ടിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം ലീവ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതാ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോം ഷീറ്റ് ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫൂട്ട് റൺ ചെയ്യാനുള്ള സ്പേസിൽ വെച്ചിട്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സിംഗിൾ സൈഡും കൂടെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 2.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിൽ ഒരു ക്ലോത്തും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു സ്ട്രിങ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഷീറ്റിൻ്റെ കോർണറിലേക്ക് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിതുപോലെയാണ് സിമ്പിളാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫിനിഷിങ്ങിൽ നല്ല നീറ്റ് ലുക്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റിലേക്ക് 2 ടോപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോം ഷീറ്റും ക്ലോത്തൊക്കെ ഒന്ന് ജോയിൻ്റ് ആയി കിടക്കാനും ഇൻ പ്ലേസ് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലാതെ ഇനി നമുക്കൊരു ഡിസൈനിങ് പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സെയിം ഡയറക്ഷനിൽ 2 സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പലർക്കും ഇത് കാണുമ്പോൾ ഡൗട്ട് ഉണ്ടാവും ആ ഒരു വിഡ്ത്ത് അനുസരിച്ചിട്ട് നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ട് വരില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും ഏകദേശം സെയിം വിഡ്ത്ത് വരുന്ന രീതിയിലാണ് ഞാൻ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഷീറ്റ് റെഡി ആയിട്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്ലോത്താണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് വന്നിട്ടുള്ള പീസോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള കുർത്തയുടെ പീസൊക്കെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസാണ്. അപ്പോൾ ഇതും കൂടെ എനിക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ ഒരു ന്യൂസ് പേപ്പറിലേക്ക് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ആയിട്ട് മടക്കിയിട്ട് ഒന്ന് ഇതുപോലെ
നമ്മുടെ ആ ഒരു കോർണേഴ്സൊക്കെ ഒന്ന് ഒരു ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പീസ് വെച്ചിട്ട് എനിക്ക് ലൈനിങ്ങിൻ്റെ പീസ് 4ആയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 പീസിൻ്റെ ആവശ്യമാണ്. ഇനി ഒരു പിൻ വെച്ചിട്ട് ന്യൂസ് പേപ്പർ ഒന്ന് സെക്യൂർ ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫാബ്രിക് ഇല്ലേ, ആ ഒരു ഫാബ്രിക്കും കൂടെ സെയിം പാറ്റേണിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കോർണർ ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഓരോ ലൈനിങ്ങും ഓരോ ഫാബ്രിക് വെച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് 4ആയിട്ട് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് 4 സ്ട്രിങ് എടുക്കുന്നുണ്ട്. നമുക്ക് 4 സൈഡും കവറാവുന്ന രീതിയിൽ ലെങ്ത്ത് വരുന്ന ഒരു സ്ട്രിങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പീസൊക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്തിട്ടൊരു സ്ട്രിങ് ആക്കി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്വിങ് മെഷീനിൽ ഇതുപോലെ ഫസ്റ്റിൽ നമ്മൾ ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ആക്കിയിട്ട് ഈ ഒരു സ്ട്രിങ് എടുത്തിട്ടില്ലേ, അതിൻ്റെ റോങ് സൈഡ് ഫേസ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ആ ഒരു ഫാബ്രിക്കിൻ്റെ അരികിലൂടെ തന്നെ അതിൻ്റെ അരികിലൂടെ ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിലോ ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിലോ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൈപ്പിങ്ങിൻ്റെ വിഡ്ത്ത് കാര്യങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ 4 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ടേൺ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. നമ്മുടെ നല്ല ഫാബ്രിക്കില്ലേ, ടോപ്പ് ഫാബ്രിക്, അതിലേക്ക് ഈ ഒരു നമ്മൾ സ്ട്രിങ് കൊടുത്തിട്ടില്ലേ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രിങ് ഇതുപോലെ വരുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം വിഡ്ത്തിൽ തന്നെയാണ് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3rd മെത്തേഡ് ഓഫ് ഫാബ്രിക് റീയൂസ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പാൻറ്റ് അതുപോലെ തന്നെ ജീൻസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പാൻറ്റിൻ്റെ കട്ടിങ് ചെയ്തിട്ടുള്ള ഏറ്റവും ബോട്ടം പാർട്ടാണ് കേട്ടോ, നമ്മുടെ ആംഗിൾ പോർഷനാണത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ലൈനിങ് പീസിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫാബ്രിക്കും എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ലൈനിങ് പീസ് ഉള്ളതുകൊണ്ട് ലൈനിങ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പീസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു പീസ് ലൈനിങ് കുറച്ചും കൂടെ തിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 4 പീസ് എടുക്കുന്നുണ്ട്. ഓരോ ഷീറ്റിന് വേണ്ടിയിട്ടും ആ ഒരു പാൻറ്റിൻ്റെ പീസില്ലേ അതിന് 4 ഷീറ്റ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള ഏതെങ്കിലും ക്ലോത്തൊക്കെ ആണെങ്കിൽ 2 പീസ് എടുത്താൽ തന്നെ മതിയാകും. എന്നിട്ട് ഇതാ സെയിം പാറ്റേണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലാൻഡിങ് ലൈനിൽ പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ ഈ ഒരു സ്ലാൻഡിങ്ങിൽ അതിൽ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഒരു ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ 3 സൈഡും ഒന്നും ചെയ്യാനില്ല. ആ ഒരു പാൻ പീസിൻ്റെ ടോപ്പ് പോർഷനില്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യാനായിട്ട് പാൻറ്റിൻ്റെ പീസ് തന്നെ എടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ തിക്കായിട്ടുള്ള ഏത് ഫാബ്രിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി തിന്നായിട്ടുള്ള ഫാബ്രിക് ആണെങ്കിൽ ഒരുപാട് ലേയേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഹോട്ട് റെസിസ്റ്റൻ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വിഡ്ത്തും ലെങ്ത്തും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഒരു ഹാൻഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസ്റ്റിൻ്റെ അത്രയും വരുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ വിഡ്ത്ത് കാര്യങ്ങൾ മെഷർ കാര്യങ്ങൾ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് 3 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് റീപർപ്പസിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് റീപർപ്പസ് വീഡിയോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ 3 ഐറ്റം നമ്മൾ കിച്ചൺ ബേസ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ ഒരു ഷീറ്റ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നും കൂടെ നോക്കാം. നമ്മൾ
കിച്ചണിൽ വാഷ് ചെയ്തെടുത്ത് വെക്കുന്ന യൂറ്റൻസിൽസൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാറ്റിലേക്ക് വെക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വിടാനും പിന്നെ വേറെ യൂറ്റൻസിൽസൊക്കെ വെക്കുമ്പോൾ അത് ഡാമേജ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്പേസ് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ വാഷ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഒരു ചെറിയൊരു ഏരിയയിൽ ഹാങ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. ഭയങ്കര സ്ലിമ്മാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും വെള്ളമാവില്ല. ഇതിലായിട്ടുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിലൊരു ഹാങ്ങറും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് ഇപ്പോൾ ഓൺലൈനൊക്കെ കുറേ മാറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു പർപ്പസ് തന്നെയാണ് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കേ, അതിൻ്റെ താഴെയൊന്നും വെള്ളമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്രയും പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നല്ല ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫോം ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് അത് നമുക്ക് പൊട്ടിപ്പോവാതെ ബ്രേക്കൊന്നും വരാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പാത്രം കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ചില പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത്, അങ്ങനെയുള്ള പാത്രം കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് എല്ലാം കൂടെ ആ ഒരു ബാസ്ക്കറ്റിൽ ഡംപ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിലേക്കും കൂടെ എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇത് നമ്മൾ ഒരു ഹോട്ട് റെസിസ്റ്റൻറ്റ് ഹോൾഡർ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൂട് പാത്രം കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവൻ ബേസ്ഡ് ആ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു ഗ്ലൗ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ കിച്ചണിലാവുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ ഇതായിരിക്കും എളുപ്പത്തിൽ നമുക്ക് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഈ ഒരു സ്ലാൻഡിങ് ലൈന് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പൗച്ച് തന്നെയാണിത്. അപ്പോൾ ഇതും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഐറ്റം നമുക്ക് നല്ലൊരു ടേബിൾ മാറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിവിടെ റെഫ്രിജറേറ്ററിൻ്റെ ലൈനിങ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ലാൻഡിങ്ങിലും വെച്ച് കൊടുക്കാൻ പറ്റുന്ന ലൈനിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഷീറ്റില്ല, ആ ഒരു ഷീറ്റിനേക്കാളും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഫാബ്രിക് മാറ്റ് തന്നെയാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. സ്പില്ലേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയും പോവാതെ ഇൻ പ്ലേസ് ആയിട്ട് തന്നെ കിടന്നോളും. സാധാരണ മറ്റ് ഷീറ്റൊക്കെ ആണെങ്കിൽ ആ ഒരു സ്പില്ലേജ് പിന്നെയും സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള 3 ഐറ്റം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.